ഈ കളിച്ചും കുത്തിയും ഞോണ്ടിയും മാന്തിയും കായംകുളം അസംബ്ലി നിയോജക മണ്ഡലം മിക്കവാറും ശോഭ ചേച്ചിക്ക് കൊടുക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് CPIM ജില്ലാ സെക്രട്ടറി നാസർ സഖാവിൻ്റെ വിലയിരുത്തലും പത്രസമ്മേളനവും ചോദ്യങ്ങളും അതിൻ്റെ മറുപടിയുമൊക്കെ കണ്ടപ്പോൾ ഇവരൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് യാതൊരു ധാരണയുമില്ല. ഏതായാലും ഗൗരവമായി രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നവർ ഈ വിഷയത്തെ കാണേണ്ടതാണ്. പാർട്ടിയുടെ അതിന് മുകളിലുള്ള ആളുകൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ആലപ്പുഴ ജില്ലയുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ആ കുത്തും ഞോണ്ടലും മാന്തലും തള്ളലുമൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെ വളരെ ഭദ്രമാക്കിയില്ലെങ്കിൽ അത് ചോർന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രതിഭ MLAയുടെ മകൻ കനിവ് ഒരു കേസിൽപ്പെട്ടു. കേരളത്തിൽ ആദ്യമായി കേസിൽപ്പെടുന്ന ഒരു MLA പുത്രനൊന്നുമല്ല. മന്ത്രിപുത്രന്മാർ പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ വിവിധങ്ങളായ സംഗതികളിൽ പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ ഈ തൊണ്ട തൊടാതെ ഞൂരിക്കൊണ്ട് വരുന്നതുകൊണ്ട് പുറത്തറിയാതെ പോകുന്നുണ്ട്. ചിലതൊക്കെ പെട്ടെന്ന് കുഴഞ്ഞ് പെട്ടെന്ന് ഊരിയെടുക്കുന്നത് സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ പയ്യൻ പെട്ടപ്പോൾ വളരെ നിശബ്ദമായി അത് മാനേജ് ചെയ്യേണ്ടതിന് പകരം, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെയൊക്കെ തനിച്ച് കയറി വരുന്ന ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ അവരൊരു പക്ഷേ പ്രതികരിച്ചു. അവരെ ആദ്യം തന്നെ ഉപദേശിക്കേണ്ടിയിരുന്നത് തൽക്കാലം മൗനം പാലിക്കുകയും കേസും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നടത്തി അതിൻ്റെ ശരിയാമണ്ണം അത് രൂപപ്പെടുത്തിയ ശേഷം ഒരമ്മയെന്നുള്ള നിലയിൽ തൻ്റെ മകൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ് പക്വതയോടെ സമീപിച്ചതെന്നും നിലപാടെടുത്തതെന്നും കേരളത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കേരളം നെഞ്ചേറ്റുന്നൊരു സ്റ്റേറ്റ്മെൻറ്റായി മാറുമായിരുന്നു. ഇതാദ്യം പ്രതികരിച്ചു. അപ്പോൾ തന്നെ വാശിയോടെ ബാക്കിയുള്ളവരെല്ലാം രംഗത്ത് വന്നു. ഉടനെ അതിലേക്കൊരു ചാനലിൻ്റെ സവിശേഷമായ മതവും അതും ഇതുമൊക്കെ പറഞ്ഞ് വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോയി. അതിനെ അങ്ങനെയാക്കി. എന്തായാലും കേസ് അങ്ങനെ നിലനിൽക്കുന്നു. 9ാം പ്രതി മാത്രമാണ് ആ പയ്യൻ. അങ്ങനെയൊക്കെ നാട്ടിൻപുറത്ത് ഒരുപാട് പേർ പലതരത്തിലുള്ള കേസിൽ പെടാറുണ്ട്. അതിനെ ഒരു പക്വതയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം പലപ്പോഴും എനിക്കറിയില്ല എന്താണ് ഈ CPMനിലെ കഷ്ടകാലത്തിനോ അല്ലെ വിനാശകാലേ എന്നൊക്കെ ചിന്തിപ്പിക്കുന്നത് പോലെയാണോ ഈ പാർട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതെന്ന് തോന്നിപ്പോവും. അതങ്ങൊരു അടഞ്ഞ അധ്യായമായിരിക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ മന്ത്രി സാറ് സജി ചെറിയാൻ്റെ ഒരു പ്രസ്താവന. ഉടനെ എന്താണ് പുകവലിക്കുന്നത് പോലെയുള്ളൂ, അതൊരു പുകവലിയായിരുന്നു, ഞാൻ ജയിലിൽ കിടന്നപ്പോൾ പുകവലിച്ചു, MD വാസുദേവൻ പുകവലിച്ചു. വല്ല കാര്യമുള്ള കാര്യമാണോ? അതോടുകൂടി ആ വിഷയം വീണ്ടും സജീവ ചർച്ചയായി. ആ സജീവ ചർച്ചയായി വന്നപ്പോഴേക്കും BJP ഇതിനകത്തൊരു സാധ്യത മണത്തു. എന്ന് പറഞ്ഞാൽ പ്രതിഭയെ കുറേ നാളായി പാർട്ടിയുടെ ചില കേന്ദ്രങ്ങൾ അവരെ മേൽ നടത്തുന്ന സംഗതികൾ നിലനിൽക്കെ ഒരു ചെറിയ തളപ്പിട്ടുകൊടുത്ത് പിടിക്കുന്നതിന് വേണ്ടി അമ്മയോടൊപ്പമാണ്, പ്രതിഭയോടൊപ്പമാണ്, പ്രതിഭയെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല BJP നേതാക്കളും രംഗത്ത് വന്നു. അതിലൊന്നും അവർ കുത്തിയില്ല. അവരവരുടെ നിലപാടിൽ തന്നെ നിന്നു. അവരുടെ മകൻ്റെ കാര്യം പറഞ്ഞു. അപ്പോഴാണ് സജി ചെറിയാൻ സാറിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക്. ആ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ആഘാതങ്ങൾ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വിഷയമൊന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് പകരം ഇതിനിടയിൽ രാഷ്ട്രീയമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അവരും LDF സ്ഥാനാർത്ഥിയുമായിട്ട് കേവലം നേരിയ വോട്ടിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ നിർത്തിയാൽ ഇവിടുത്തെ പല മണ്ഡലങ്ങളും പിടിക്കാം എന്ന് പറയുന്ന സംഗതിയുമായി ഒരു വശത്ത് നിൽപ്പുണ്ട്. സാക്ഷാൽ നമുക്ക് ജാതിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി സാറ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളത് മാറ്റി അല്പം കൂടി കടത്തി നസറാണി വരെ ആക്കി റെഡിയായി നിൽപ്പുണ്ട്. ഇതെല്ലാം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ആ സന്ദേശം മനസ്സിലാക്കി യുക്തിപൂർവം രാഷ്ട്രീയത്തെ ക്രമപ്പെടുത്തേണ്ടതിന് പകരം അവിടെയാണ് വന്നിതിട്ട് അടിച്ചടിച്ചടിച്ച് വീണ്ടും കലക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് 27 or 30 പേർ BJPയിൽ ചേർന്നു. അതിൽ 17 പേർ പാർട്ടി മെമ്പർമാർ, 4 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ എന്നൊക്കെ പറയുന്ന അത്തരം വാർത്തകളൊക്കെ അവിടെ വരുന്നത്. ഇതിനു മുമ്പ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ അപ്പുറത്തോട്ട് ചാടി. അപ്പോൾ പുള്ളിയെ മുന്നിൽ നിർത്തി അവിടെ അഭ്യാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ജില്ലാ സെക്രട്ടറി, ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായ നാസർ അതിന് മറുപടി പറയുമ്പോൾ അതൊക്കെ അടഞ്ഞ അധ്യായമാണെന്നോ കഴിഞ്ഞ അധ്യായമാണെന്നോ അല്ലെങ്കിൽ അത് അമ്മയുടെ ദുഃഖമായിരുന്നെന്നോ ഒക്കെ പറയേണ്ടതിന് പകരം വീണ്ടും അവരെ ഒരു ഷാഡോയിൽ നിർത്തത്തക്ക പോലെ പ്രസ്താവന ഇറക്കി ഇതൊക്കെ വഷളാക്കുന്നത് കൊണ്ട് നിങ്ങൾ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പണിഞ്ഞ് ഒരാളിനെ ജയിച്ചു തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന് പകരം സത്യത്തിൽ നിങ്ങളൊക്കെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുകയാണെന്ന് തോന്നിപ്പോവും. അത്ര പക്വതയില്ലാത്ത
നിലപാടും സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകുന്നത്. കോൺഗ്രസ് ആകട്ടെ അവിടെ പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ കിടന്ന് കുഴയുമ്പോഴും അവിടെ ഒരു ജില്ലാ DCC പ്രസിഡൻറ്റോ പാർട്ടി നേതൃത്വമോ ഒക്കെ ഉണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ആലപ്പുഴ മൊത്തം ഇപ്പം കെ സി എന്ന് പറഞ്ഞ് കേസി വരുമ്പോൾ ഉള്ള ഒരു പെട്ടിയെടുപ്പും പുള്ളിയെ കൊണ്ടുവന്നെടുത്തി ഒരു കവർ കൊടുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതിനപ്പുറത്ത് എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമോ മറ്റുള്ള കാര്യങ്ങളോ താഴെത്തട്ടിൽ നടക്കുന്നുണ്ടോ, ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ എന്തെങ്കിലും പാക്കേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കെങ്ങും ഒരു കുന്തവും കാണില്ല. അവരിൽ 5-6 പേര് ഇപ്പോഴേ സ്ഥാനാർത്ഥിയാവാൻ ഉടുപ്പിട്ട് നിൽപ്പോവാണ്. ഒരാളെ ആക്കുമ്പോൾ ബാക്കി 3 പേരും പണിയാൻ നിൽക്കും. അതാണ് അതിൻ്റെ സംസ്കാരം. പക്ഷേ നിങ്ങൾ എഴുതി വെച്ചോളൂ, കായംകുളം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന ഓപ്പറേഷൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ശ്രദ്ധ വേണം. അവിടെ നിങ്ങൾ പ്രതിഭയെ പണിയാനും പ്രതിഭയെ ദ്രോഹിക്കാനും പ്രതിഭയുടെ മേൽ വിജയം നേടാനുമൊക്കെ കാത്തിരിക്കുമ്പോൾ പ്രതിഭയ്ക്ക് ചിലപ്പോൾ ഇനി 2-3 തവണയായതുകൊണ്ട് സീറ്റ് കൊടുക്കില്ല. പക്ഷേ അതിന് പകരം മറ്റു പലതും അവിടെ സംഭവിക്കും എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ.